കണ്ണൂരിൽ ശരിക്കും പോലീസും കളക്ടറേറ്റും പാർട്ടിക്കാരും ഒക്കെ തന്നെ ഒരു നെക്സസ് ഉണ്ടെന്നുള്ളൊരു സംശയം ഈ കുടുംബത്തിന് കാര്യമായി കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ എന്താണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബേസിക് ആയിട്ടുള്ള സാധാരണ ഇങ്ങനെയുള്ള ഒരു ക്രൈം കേസ് അന്വേഷിക്കുമ്പോൾ പോലീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. അത് മാത്രമല്ല, കൈകഴുകാൻ വേണ്ടി ഒരു സ്പെഷ്യൽ SHO ആയിരുന്ന ഒരാളെ അന്വേഷണ കമ്മീഷൻ്റെ ടീമിൻ്റെ തലവനാക്കി എന്നുള്ള ആരോപണമൊക്കെ ഫാക്ച്വലായി നിൽക്കുകയാണ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു. കണ്ണൂരിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? സജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതായത് ഈ കുടുംബത്തിന്റെ ആക്ഷേപം SIT പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. നേരത്തെ മുതൽ കുടുംബവും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഗൂഢാലോചനാ തലം അന്വേഷിക്കണമെന്ന് മാത്രമല്ല, ഇതൊരു സമഗ്രമായ അന്വേഷണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകണമെന്നതാണ്. അന്വേഷണം ആദ്യഘട്ടം മുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യയാണ്. അതായത് നേരത്തെ കുടുംബം ഉന്നയിച്ചതുപോലെ ഇൻക്വസ്റ്റിന് അനാവശ്യ തിടുക്കമുണ്ടായി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു വശത്ത്, പരാതിയും മറ്റും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ ഒരു ആത്മഹത്യാ കേസ് വിവാദയാത്രയപ്പ് യോഗത്തിലെ PP ദിവ്യയുടെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പ്രസംഗം പ്രകോപനമാവുകയും അത് വലിയ അപമാനമാവുകയും ചെയ്തതോടുകൂടി ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ഗൂഢാലോചനാ തലം എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് TV പ്രശാന്തൻ എന്ന വ്യക്തിയുടെ ഒരു പരാതിയും പിറ്റേ ദിവസം, അതായത് 15-ാം തീയതി തന്നെ, അതായത് ഈ സംഭവം ദൗർഭാഗ്യകരമായി സംഭവം നടക്കുന്ന 15-ാം തീയതി തന്നെ അങ്ങനെ ഒരു പരാതിയുടെ പകർപ്പ് പുറത്തു വരുന്നു. ആ പരാതിയുടെ പകർപ്പ് അല്ലെങ്കിൽ ആ പരാതി തന്നെ വ്യാജമാണ് എന്ന ആരോപണമുണ്ട്. എന്ന് മാത്രമല്ല അതിലെ ഒപ്പ് തന്നെ തെറ്റാണ് എന്ന് തെളിഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല അതിലെ ചില പരാമർശങ്ങൾ അത് തിരുവനന്തപുരത്ത് വെച്ച് തയ്യാറാക്കപ്പെട്ട പരാതിയാണ് എന്ന ആരോപണം. അങ്ങനെ ആ പരാതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രം ഈ കേസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തലമാണ്. അതിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾക്കുമൊക്കെ ഇപ്പോഴും സംശയവും അതൃപ്തിയുമുണ്ട്. എന്തുകൊണ്ടാണ് TV പ്രശാന്തൻ ഇപ്പോഴും സാക്ഷിയായി മാത്രം നിൽക്കുന്നത്? ആ കത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? അത് അതിനുശേഷം തയ്യാറാക്കപ്പെട്ടതാണോ? അത് ADM നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി, കൈക്കൂലിക്കാരനെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ADMന്റെ മരണശേഷം കൃത്രിമമായി സൃഷ്ടിച്ചതാണോ? അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന വാദം ശരിയാണോ? ആ തലത്തിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് അതിൻ്റെ വസ്തുതകൾ വെളിപ്പെടും വിധമുള്ള എന്തെങ്കിലും ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല. ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് കുടുംബം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. അതായത് അവർക്ക് ഈ കേസിൽ പല സംശയങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ 2 മൊബൈൽ ഫോൺ നമ്പറുകളിൽ നിന്നുള്ള കോൾ ഡാറ്റ റെക്കോർഡുകൾ ശേഖരിക്കണം, അത് ശേഖരിച്ച് തെളിവുകൾ എന്ന നിലയ്ക്ക് സംരക്ഷിക്കണം എന്നൊരാവശ്യം കുടുംബം കോടതിയുടെ മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അതിൽ SIT നൽകിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. 14-ാം തീയതിയിലെ CCTV, കളക്ടറേറ്റ് പരിസരത്തെ CCTV അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV ഇവയെല്ലാം ശേഖരിച്ച് സൂക്ഷിച്ച് ഈ കാര്യത്തിൽ കുടുംബത്തിൻ്റെ സംശയം പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ, അത് ദൂരീകരിക്കാനുള്ള ശ്രമം നടത്തിയോ? ഇത്തരം സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. SIT പക്ഷേ തെളിവുകൾ, ഇതിന് അനുകൂലം ആയ തെളിവുകൾ, അതായത് ഡിജിറ്റൽ തെളിവുകൾ, മറ്റ് സാഹചര്യ തെളിവുകളും മറ്റും ശേഖരിക്കുകയും അന്വേഷണം ആ വിധത്തിൽ മാത്രം മുന്നോട്ട് പോവുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലും ഈ റൂട്ടിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ.